നമുക്കറിയാം ലോക്സഭാ പ്രതിപക്ഷ നേതാവിൽ നിന്നും ഒരിക്കലും വരേണ്ടാത്ത ചില പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പോലും വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ സൈന്യത്തിന്റെ വീര്യം ചോർക്കുന്ന തരത്തിൽ ഒരു പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെപ്പറ്റി പോലും പാർലമെന്റിൽ പരാമർശം നടത്തുന്നു. എന്തിനേറെ പറഞ്ഞു, ഇന്ത്യ-US വ്യാപാര കരാറിനെ ഭാരതമാതാവിനെ വിറ്റു എന്നാണ് രാഹുൽ ഗാന്ധി പരാമർശിച്ചത്. എങ്ങനെ നോക്കി കാണുന്നു? ശ്രീ രാഹുൽ ഗാന്ധിയെ പറ്റി രാജ്യമൊട്ടാകെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ് ആണ് അയാളുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാം. അത് സോറസ് ഫൗണ്ടേഷനായിട്ടുള്ള ബന്ധവും ആന്റി ഇന്ത്യൻ ആക്ടിവിറ്റീസും വിദേശത്ത് പോയി ആന്റി ഇന്ത്യ ഫോഴ്സസിന്റെ ടീമിന്റെ കൂടെ അവരുടെ കാഴ്ചപ്പാട്, അവരുടെ പ്രൊപ്പഗാൻഡ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ഇയാൾ ആന്റി ഇന്ത്യൻ ആക്ടിവിറ്റീസിൽ പ്രമുഖ ഒരു ആക്ടിവിസ്റ്റാണ്. ഇങ്ങനത്തെ ഒരു വ്യക്തി ബേസിക്കലി നോക്കിയാൽ ലീഡർ ഓഫ് ദി ഓപ്പോസിഷനായിട്ട് ഇരിക്കാനുള്ള പ്രാപ്തി ഇല്ല. കാരണം ഒരു ലീഡർ പൊസിഷൻ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും റിജു പറഞ്ഞത് ആബ്സല്യൂട്ട്ലി കറക്റ്റാണ്. ഇയാൾ ആന്റി ഇന്ത്യ ആണ്. ഇത് ഇന്ത്യയെ പറ്റിയുള്ള പ്രൊപ്പഗാൻഡ നടത്തുന്ന ഒരു പ്രധാന വ്യക്തിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയെ ലീഡർ ഓഫ് ഒപ്പോസിഷനാക്കി ഇരുത്തിയാൽ എന്താണ് ഈ രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്ന ഉപദ്രവങ്ങൾ എല്ലാം ഈ വ്യക്തി ചെയ്യുന്നു. അപ്പൊ റിജിജു പറഞ്ഞത് ആബ്സല്യൂട്ട്ലി കറക്റ്റാണ് ഈ വിഷയത്തിൽ. താങ്ക് യു സോ മച്ച് ശ്രീ ടോം വടക്കൻ. താങ്കൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്